നടൻ വിനായകനെതിരെ കേസെടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെതിരായ അസഭ്യവർഷത്തിലാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മിഥുൻ, നമുക്കറിയാം ഈ വിനായകൻ അപർണ കുറുപ്പിനെതിരെ നടത്തിയ അസഭ്യവർഷത്തിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളിലാണ് കേസെടുക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അശ്വതി, ഒടുവിൽ ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഈ ഒരു കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. DGPക്ക് ഇത് സംബന്ധിച്ച് കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 വകുപ്പുകൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് IT ആക്ട് 67 പ്രകാരം കേസെടുക്കണം. അതായത് അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിലോ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ അയക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെയും പിഴയും ലഭിക്കാവുന്ന കുറ്റം. രണ്ടാമത്തേതായിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 356 പ്രകാരം കേസെടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ വനിതാ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് മാനനഷ്ടത്തിന്റെ ഒരു വ്യക്തിയുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വാക്കുകളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ദൃശ്യങ്ങളോ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വകുപ്പ്. അത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആക്ട് 1986 പ്രകാരവും കേസെടുക്കണം. അതായത് സ്ത്രീകളുടെ അനാശാസ്യ ചിത്രീകരണം, സ്ത്രീകളെയോ അശ്ലീലമായോ അല്ലെങ്കിൽ അനാശാസ്യമായോ ചിത്രീകരിക്കുന്നത് തടയുക തുടങ്ങിയ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ 3 വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ ഒരു കേസിൽ ഇടപെട്ടുകൊണ്ട് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ കേസെടുത്താൽ ഈ 3 വകുപ്പുകളും ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ എന്ത് നടപടിയാണ് ഇനി സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പും പല പരാതിയും, അതായത് നമ്മുടെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള അപർണ കുറുപ്പ് തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. മറ്റ് ഈ വിവിധ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വനിതാ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഒടുവിൽ ഈ ഒരു കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ DGPയുടെ ഇടപെടൽ ഇനി എങ്ങനെയായിരിക്കും? DGP ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കാൻ പോകും? അങ്ങനെയെങ്കിൽ കേസെടുത്താൽ ഒരുപക്ഷെ വിനായകന് കൂടുതൽ കുരുക്കുമുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനായകനെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ന്യൂസ് 18 കേരളത്തിന്റെയും തീരുമാനം.